സൈന്യാധിപൻ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവും സംഘവും ഖലീഫയെ സ്വീകരിക്കുകയാണ്. ഖലീഫയുടെ വേഷം പരുക്കൻ കമ്പിളി വസ്ത്രം, അതിൽ 14 സ്ഥലത്ത് കഷ്ണം വെച്ച് തുന്നിയിരിക്കുന്നു. ക്രൈസ്തവ മേധാവികൾ സ്വീകരിക്കാൻ കാത്തിരിക്കുകയാണ്. അവരൊക്കെ വില കൂടിയ സ്ഥാനവസ്ത്രങ്ങൾ ധരിച്ചാണ് കാത്തിരിക്കുന്നത്. ഖലീഫ വേഷം മാറണം, അല്ലെങ്കിൽ കുറച്ചിലാണ്. മുസ്ലിം നേതാക്കൾ മേത്തരം വസ്ത്രവും നല്ല കുതിരയെയും കൊണ്ടുവന്നു. എന്നിട്ടിങ്ങനെ അപേക്ഷിച്ചു, അമീറുൽ മുഅ്മിനീൻ, ഈ വേഷം ഈ നാട്ടിലേക്ക് പറ്റിയതല്ല, ഇത് മാറ്റണം. ക്രൈസ്തവരിൽ മതിപ്പുണ്ടാക്കുന്ന വസ്ത്രം ധരിക്കണം, ഈ കുതിരപ്പുറത്ത് യാത്ര ചെയ്യണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹു തആല നമുക്ക് പ്രതാപം നൽകിയത് ഇസ്ലാമിലൂടെയാണ്. ഇസ്ലാമിനെ മുറുകെ പിടിക്കുക, അതിനപ്പുറം ഒരു പ്രതാപവുമില്ല. നാം നിന്ദ്യരും നിസാരരുമായിരുന്നു, നമ്മെ ഉണർത്തിയത് അല്ലാഹുവാണ്. വൻ വിജയങ്ങൾ നൽകിയതും അല്ലാഹുവാണ്. അവനെ വിട്ട് നിങ്ങൾ ആഡംബരങ്ങളുടെ പിന്നാലെ പോവുകയാണോ? എങ്കിൽ നിങ്ങളെ അവൻ പഴയ അവസ്ഥയിലേക്ക് തന്നെ മടക്കും. അവർ കൊണ്ടുവന്ന വസ്ത്രം ധരിക്കുകയും തന്റെ വസ്ത്രം അഴിച്ച് കഴുകി വൃത്തിയാക്കുകയും ചെയ്തു. അത് ഉണങ്ങി കഷ്ണം ഇളകിയ സ്ഥലത്ത് തുന്നിപ്പിടിപ്പിച്ച് ആ വസ്ത്രം ഉടുക്കുകയും പുതിയത് മാറ്റി തിരിച്ചു കൊടുക്കുകയും ചെയ്തിട്ടാണ് നമ്മൾ മുകളിൽ പറഞ്ഞ പ്രസ്താവന നടത്തിയത്. എതിർത്ത് പറയാൻ ഒരാളുടെ നാവും അനങ്ങിയില്ല. മഹത്തായ ബൈത്തുൽ മുഖദ്ദസ്, തിങ്ങി നിറഞ്ഞ പരിസരം, അമീറുൽ മുഅ്മിനീനെ ജനൻ കാണുന്നു. ഇത് രാജാവല്ല, ഫക്കീർ അഥവാ ജനസേവകനാണ്. മുഖത്തെ ഗാംഭീര്യം, വേഷത്തിലെ ലാളിത്യം, അത്ഭുത മനുഷ്യൻ തന്നെയാണ്. പാത്രിയാർക്കീസ് സഫ്രിയുനീസ് ഖലീഫയെ ബഹുമാന പുരസ്സരം സ്വീകരിച്ചു. മറ്റു നഗര പ്രമുഖരും സ്വാഗതം ചെയ്തു. താക്കോൽദാന കർമ്മമാണ് ഇനി നടക്കുന്നത്. വിശുദ്ധ ബൈത്തുൽ മുഖദ്ദസിന്റെ താക്കോൽ സഫിയുനീസ് രാജാവ് ഭക്തിപൂർവ്വം ഖലീഫയുടെ കൈകളിൽ വെച്ചു കൊടുത്തു. അവിസ്മരണീയമായ ചരിത്ര നിമിഷം. അതിന് സാക്ഷിയായ മുസ്ലിങ്ങളെയും ക്രൈസ്തവരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്, ആശ്വാസത്തിന്റെ നെടുവീർപ്പിടുകയാണ്. സഫർനിയൂസ് വികാരഭരിതനായി ഈ വാക്കുകൾ പറഞ്ഞു: ഈ താക്കോൽ ഏറ്റുവാങ്ങുന്ന മഹൽ വ്യക്തിയെ കുറിച്ച് ഞങ്ങൾക്ക് നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. പല ലക്ഷണങ്ങളും പറഞ്ഞിട്ടുണ്ട്. ആ ലക്ഷണങ്ങൾ അങ്ങയിൽ കാണുന്നുമുണ്ട്. അർഹിക്കുന്ന കരങ്ങളിൽ താക്കോൽ ഏൽപ്പിക്കാൻ കഴിഞ്ഞതിലെ സന്തോഷം പറഞ്ഞറിയിക്കാനാവില്ല. നാടിന്റെ ഭാവിയെ കുറിച്ചായി പിന്നെ സംസാരം. ഹൃദ്യമായ വാക്കുകൾ, സന്തോഷത്തിന്റെയും ആശ്വാസത്തിന്റെയും സായാഹ്നം. ബൈത്തുൽ മുഖദ്ദസിന്റെ മഹാനായ അതിഥിയെ സ്നേഹപൂർവ്വം സൽക്കരിച്ചു. വിഭവങ്ങളൊന്നും വേണ്ട, അല്പം ആഹാരം മതി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ നിത്യജീവിതം ഫലസ്തീനികൾ അത് നേരിട്ട് കാണുകയാണ്. ലോകത്തിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരിയുടെ നിത്യജീവിതത്തിന്റെ നേർക്കാഴ്ചകൾ, പരമലളിതമായ ജീവിതം. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദാവൂദ് നബി അലൈഹിസ്സലാം നിസ്കരിച്ച സ്ഥാനത്ത് ഖലീഫ ചെന്ന് നിന്നു. വിനയാന്വിതനായി നിസ്കാരം നിർവഹിച്ചു. ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിങ്ങളുടെ ആദ്യ കിബില. കഅബ ഷരീഫ്, മസ്ജിദുൻ നബവി, ബൈത്തുൽ മുഖദ്ദസ്, ഇവ മൂന്നും ഓരോ സത്യവിശ്വാസിയുടെയും മനസ്സിലുണ്ട്. ഖലീഫയുടെ വസ്ത്രം, ഭക്ഷണം, ഉറക്കം, സംസാരം, പെരുമാറ്റം എല്ലാം ജനങ്ങൾ കണ്ടറിഞ്ഞു. ഖലീഫയോടുള്ള ബഹുമാനം എത്രയോ ഇരട്ടിയായി വർദ്ധിച്ചു. ഖലീഫയോടുള്ള ബഹുമാനം ഇസ്ലാമിനോടുള്ള ബഹുമാനമായി മാറി. ഇങ്ങനെയൊരു ഖലീഫയെ രൂപപ്പെടുത്തിയത് ഇസ്ലാമാണ്. ആ ഇസ്ലാം തന്നെയാണ് തങ്ങൾക്ക് വേണ്ടത്. ഈ വിധത്തിൽ ചിന്ത പോയത് ആയിരങ്ങളുടെ മനസ്സിലാണ്. പിന്നെയവർ അമാന്തിച്ചു നിന്നില്ല, സത്യസാക്ഷ്യത്തിലേക്ക് ഉളരി വന്നു. ആയിരക്കണക്കായ നവ മുസ്ലിങ്ങൾ ഉണ്ടായി. മഹാനായ സ്വഹാബികളുടെ ജീവിതമായിരുന്നു അവരുടെ പാഠപുസ്തകം. ആ പുസ്തകം നന്നായി വായിച്ചു പഠിച്ചു. ഖലീഫ സംസാരിച്ചു. വിശുദ്ധ ഖുർആൻ വചനങ്ങൾ ഒഴുകി വരുന്നു. വാക്കുകൾക്കിടയിൽ എത്രയോ തവണ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസ്മരിക്കുന്നു. ഒന്നാം ഖലീഫയെയും അനുസ്മരിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, ഈ പാവപ്പെട്ടവനെ നീ എത്ര ആദരിച്ചു, അനുഗ്രഹിച്ചു. നന്ദി പറയാൻ അറിഞ്ഞുകൂടാ. ഖലീഫയുടെ കൂടെ സഫർനിയൂസ് നടന്നു. ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളെല്ലാം കാണിച്ചു കൊടുത്തു. ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ മിഹ്റാബ്, സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ മസ്ജിദ്, യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ പാറ, യഹൂദരുടെയും ക്രൈസ്തവരുടെയും മുസ്ലിങ്ങളുടെയും പുണ്യകേന്ദ്രം. നട്ടുച്ച സമയം സൂര്യൻ ചൂടും വെളിച്ചവും വാരി വിതറുകയാണ്. ഖലീഫ സഫർനിയൂസിനോട് പറഞ്ഞു: ഈ സമയത്താണ് ഞങ്ങളുടെ ളുഹർ നിസ്കാരം, എനിക്ക് നിസ്കരിക്കണം. ചർച്ചിലിരുന്നാണ് ഇവരുടെ സംസാരം നടന്നത്. ഉടനെ സഫർനിയൂസ് പറഞ്ഞു: ഇവിടെ വെച്ച് തന്നെ നിസ്കരിക്കാം, സൗകര്യപ്പെടുത്താം. ഖലീഫ പറഞ്ഞു: അത് വേണ്ട, ഞാൻ ഇവിടെ വെച്ച് നിസ്കരിച്ചാൽ പിൽക്കാലത്ത് മുസ്ലിങ്ങൾ ആ സ്ഥലത്തിന്റെ പേരിൽ അവകാശവാദം ഉന്നയിച്ചേക്കാം. ഞാൻ പുറത്തുപോയി നിസ്കരിച്ചു കൊള്ളാം. യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ പാറയുടെ സമീപത്തേക്ക് നടന്നുപോയി അവിടെ നിലത്ത് വിരിപ്പ് വിരിച്ച് ളുഹർ നിസ്കരിച്ചു. ഈ നടപടി ക്രൈസ്തവരെ നന്നായി ചിന്തിപ്പിച്ചു. ജേതാവിന്റെ സൂക്ഷ്മതയും ദൂരക്കാഴ്ചയും അവരെ അമ്പരപ്പിച്ചു കളഞ്ഞു. ഖലീഫ നിസ്കരിച്ച സ്ഥലത്ത് മുസ്ലിങ്ങൾ പള്ളി പണിതു. മസ്ജിദ് ഉമർ എന്ന് നാമകരണം ചെയ്തു.
ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഫലസ്തീൻ സന്ദർശനത്തിന്റെ സ്മാരകമായി ആ മസ്ജിദ് നിലനിന്നു. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബാങ്ക് വിളിക്കാരൻ. കർണാനന്ദകരമായ ബാങ്ക് വിളി പുണ്യ മദീനയെ അത് കോരിത്തരിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് വരെ അത് തുടർന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളില്ലാത്ത മദീന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാത്ത ജീവിതം ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിന് സഹിക്കാനാവുന്നില്ല. ഇനി ബാങ്ക് വിളിക്കാൻ തന്നെ കൊണ്ടാവില്ല. ഒന്നാം ഖലീഫയെ സമീപിച്ച് സങ്കടം പറഞ്ഞിരുന്നു. റസൂലുള്ളാഹി ഇല്ലാത്ത മദീനയിൽ എനിക്കിനി ജീവിക്കാനാവില്ല, ബാങ്ക് വിളിക്കാനുമാവില്ല. അകലെ എവിടെ പോയി ഞാൻ ജീവിച്ചു കൊള്ളാം. ഒന്നാം ഖലീഫ തടയാൻ നോക്കി കഴിഞ്ഞില്ല. ബിലാൽ റളിയല്ലാഹു അൻഹു മദീന വിട്ടു പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാത്ത വേദന മനസ്സിനെ ഇറുക്കിക്കളയുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഫലസ്തീനിലെത്തിയപ്പോൾ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു ഖലീഫയെ കാണാൻ വന്നു. ആ കണ്ടുമുട്ടൽ വികാര നിർഭരമായിരുന്നു. ഒരു ദിവസം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രിയപ്പെട്ട ബിലാൽ, എനിക്കൊരാഗ്രഹമുണ്ട്, അങ്ങ് നിറവേറ്റി തരണം. ഒരിക്കൽ കൂടി താങ്കളുടെ ബാങ്ക് കേൾക്കണം. ഇന്ന് താങ്കൾ ബാങ്ക് വിളിക്കണം. ബിലാൽ റളിയല്ലാഹു അൻഹു ഒഴിഞ്ഞു മാറാൻ നോക്കി, സമ്മതിച്ചില്ല. പിന്നെയും നിർബന്ധിച്ചപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു സമ്മതിക്കുകയാണ്. ഒരു ചരിത്രം കൂടി തുന്നിച്ചേർക്കപ്പെടുകയാണ്. മസ്ജിദുൻ നബവിയിലും കഅബ ഷരീഫിലും മുഴങ്ങിയ ബാങ്ക് മസ്ജിദുൽ അഖ്സായിലും ഉയരാൻ പോകുന്നു. ബാങ്കിന് സമയമായി. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ബാങ്ക് ഉയർന്നു. 6 വർഷങ്ങളായി ഈ ശബ്ദം കേട്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചിരുന്ന കാലത്തേക്ക് തിരിച്ചു പോയതുപോലെ സ്വഹാബികൾക്ക് തോന്നുകയാണ്. തങ്ങൾ മദീനയിലാണെന്നും ചിന്തിച്ചുപോയി. പഴയകാല ഓർമ്മകൾ തെളിയാൻ തുടങ്ങിയപ്പോൾ കണ്ണുകൾ നിറഞ്ഞു. പിന്നെ കരച്ചിലായി, കൂട്ടക്കരച്ചിലാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയി. കണ്ണീർ വല്ലാതെ ഒഴുകി. ബാങ്ക് തീർന്നപ്പോൾ ഖലീഫയുടെ താടിയിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ ഇറ്റിറ്റ് വീണുകൊണ്ടിരുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹു തളർന്നു പോയിരുന്നു. ഏതാനും ദിവസങ്ങൾ കൂടി കടന്നു പോവുകയാണ്. കീഴടങ്ങിയ പ്രദേശങ്ങളിലെ ഭരണ സംബന്ധമായ കാര്യങ്ങൾ ചർച്ച ചെയ്തു. സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തു. ഖലീഫയ്ക്ക് മടങ്ങാൻ സമയമായി. ഉയർന്ന കുന്നിൻ മുകളിൽ കയറി നിന്ന് ഖലീഫ ചുറ്റും നോക്കുകയാണ്. വിശാലമായ കൃഷിയിടങ്ങൾ, പച്ച പുതച്ചു കിടക്കുന്ന ഈത്തപ്പന തോട്ടങ്ങൾ, മുന്തിരിയുടെയും അത്തിപ്പഴത്തിന്റെയും തോട്ടങ്ങൾ, ഐശ്വര്യം നിറഞ്ഞൊഴുകുന്ന പ്രദേശം. സർവശക്തനായ അല്ലാഹു ഈ നാട് മുസ്ലിം കരങ്ങളിൽ വെച്ച് തന്നിരിക്കുകയാണ്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഫലസ്തീനിലായിരുന്നപ്പോൾ എല്ലാവർക്കും ഉത്സവത്തിന്റെ സന്തോഷമായിരുന്നു. ഇനി മടക്കയാത്രയാണ്. വേണ്ട ഉപദേശങ്ങൾ ഓരോ വിഭാഗക്കാർക്കും നൽകി. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ യാത്രയുടെ ദിവസം ഒരു ചരിത്ര സംഭവത്തിന് സാക്ഷികളാവാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം എല്ലാവർക്കുമുണ്ട്. ഖലീഫയുടെ ഒട്ടകം നടന്നു നീങ്ങുകയാണ്. ആളുകൾ നോക്കി നിൽക്കുകയാണ്. പലരും കരഞ്ഞു. യാത്രാ സംഘം കുന്നുകൾക്കപ്പുറം പോയി മറഞ്ഞു. മദീന ഫലസ്തീനിലെത്തിയത് പോലെയായിരുന്നു ഇത്രയും നാളുകൾ. ഖലീഫയുടെ പട്ടാള ഭരണ പരിഷ്കാരങ്ങൾ ലോകത്തെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. പട്ടാളക്കാരുടെ രജിസ്റ്റർ സൂക്ഷിക്കാൻ തുടങ്ങി. പട്ടാളക്കാർക്ക് കൃത്യമായ ശമ്പളം നൽകി. ജയിലുകൾ സ്ഥാപിച്ചു. മിലിറ്ററി ആസ്ഥാനങ്ങളിൽ 4000 റിസർച്ച് പടയാളികളെ സജ്ജമാക്കി നിർത്തി. ഏത് ആവശ്യഘട്ടങ്ങളിലും അവിടേക്ക് വേണമെങ്കിലും വിളിക്കാം. ഓരോ ആസ്ഥാനത്തിൽ നിന്നും 4000 പേരെത്തും. ദ്രുതകർമ്മസേന. ആദ്യം 9 ആസ്ഥാനങ്ങൾ ഉണ്ടായി. 36,000 പേരെ ഒരു വിളിക്ക് അണിനിരത്താം. ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗങ്ങളിലൂടെ